വിശ്വസ്തത എത്രയോ അവർണ്ണനീയമാണ്. ആമേൻ. നമുക്ക് ചേർന്ന് കർത്താവിനെ പാടാൻ, സ്തുതിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് പ്രഭാതത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ദൈവിക ശബ്ദം യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നുമാണ്. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഇവിടെ യെഹെസ്കേൽ ആമേൻ, സ്തോത്രം, ആമേൻ, പറയുകയാണ്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർത്തി നിൽക്കുമാറാക്കി. ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവ ശബ്ദമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൈവ ശബ്ദം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ ശബ്ദം നമുക്ക് ജീവനായി, നമുക്ക് ചൈതന്യമായി, നമുക്ക് ബലമായി, നമുക്ക് ആരോഗ്യമായി, നമുക്ക് അഭിഷേകമായി, നമുക്കൊരു എഴുന്നേൽപ്പുണ്ടാകുന്നത് ദൈവ ശബ്ദത്തെ നാം തിരിച്ചറിയുമ്പോഴാണ്. കർത്താവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സാഹചര്യങ്ങൾക്കകത്ത്, തിരക്കുകൾക്കകത്ത് ദൈവശബ്ദം തിരിച്ചറിയാൻ ആമെ കഴിയാതെ നാം പോകുമ്പോഴാണ് നാം വീണ്ടും വീണ്ടും നിരാശരായി പോകുന്നത്. എന്നാൽ ആമെ ഇന്ന് എന്നോടും നിങ്ങളോടും ആമെ സംസാരിക്കുന്ന ചില ശബ്ദങ്ങൾ, ആമേൻ, ആ ദൈവിക സംസാരങ്ങൾ ചിലപ്പോൾ വചനത്തിലൂടെയാകാം, ചിലപ്പോൾ ഒരു പാട്ടിലൂടെയാകാം, ചിലപ്പോൾ ഒരു ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെയാകാം. ആമേൻ, സ്വത്ര ചിലപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആ ശലകങ്ങൾക്കകത്ത് ഒരു വാക്കാകാം. ആമേ, ദൈവം നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നു. ഏതോ ദൈവിക ആമേൻ ഇടപെടലുകൾ, ദൈവിക ശബ്ദത്താൽ ആമേ ദൈവം ചിലരെ ബലപ്പെടുത്തി നിവർത്തി നിർത്തുവാൻ പോകുകയാണ്. എവിടെയൊക്കെയോ ഉള്ളിൽ ഭാരപ്പെട്ടും ഉള്ളം തകർന്നും ക്ഷീണിച്ചും ബലം ചോർന്നു പോയും നിവർന്നു നിൽക്കാൻ കഴിയാതെ, ചിലപ്പോൾ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി പൊരുതി ആമെ ക്ഷീണിച്ചു പോയ വ്യക്തിയാകാം നിങ്ങൾ. ആമെ, എന്നാൽ നിങ്ങളെ ആമെ തൻ്റെ ശബ്ദത്താൽ നിങ്ങളുടെ ചുമലിനെ തട്ടി, തൻ്റെ ശബ്ദത്താൽ നിങ്ങളുടെ ഹൃദയത്തിന് ബലം തന്ന് നിങ്ങളെ നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടോ ഇടപെടുന്നു. ഏതോ സാഹചര്യങ്ങളോ ഏതോ വ്യക്തികളുടെ വാക്കുകളോ ആമേൻ നിന്റെ ഉള്ളത്തെ ക്ഷീണിപ്പിച്ചും ഭയപ്പെടുത്തിയും ഇരിക്കുകയാണെങ്കിൽ ദൈവിക ശബ്ദം നിന്റെ കാതുകൾക്കകത്ത് പകർന്നു തന്ന് ആമേൻ നിന്നെ ബലപ്പെടുത്തി നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ആമേൻ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. എവിടെയാണ് നിവർന്നു നിൽക്കാൻ കഴിയാതെ ആമേൻ, സ്തോത്രം, ആമേൻ, നാം ആയിരിക്കുന്നത്? ആമേൻ, ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ്, ആത്മീകത്തിന്റെ ഏത് തലങ്ങളിലാണ് നിവർന്നു നിൽക്കാൻ കഴിയാതെ ആമേൻ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ആമേൻ, സ്തോത്രം, ആയതിന്റെ നടുവിൽ ആമേൻ നിവർന്നു നിൽക്കാൻ കഴിയാതെ ക്ഷീണിച്ച് തളർന്ന് ആയിരിക്കുകയാണോ? ബൂസിയുടെ മകനായ യെഹെസ്കേൽ ഹല്ലേലൂയ കേബാർ നദീതീരത്തായിരുന്നു. അവിടെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളുടെ ഒക്കെ ഇടയിൽ ബലം ക്ഷയിച്ചവനായി ആമേൻ, സ്തോത്രം, നിവർന്നു നിൽക്കാൻ കഴിയാത്തവനായി താൻ ആമേൻ ആയിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ ശബ്ദം ആമേൻ അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക എന്ന് കൽപ്പിച്ചു. ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നിവർന്നു തന്നെ നിൽക്കാനാ എൻ്റെ അപ്പന്റെ ആഗ്രഹം കേട്ടോ. ഈ ലോകം ആമേൻ 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 നീ നിവർന്നു നിൽക്കാൻ ആഗ്രഹിക്കത്തില്ല. എപ്പോഴും നിന്നെ കുനിച്ചു കളയണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നീ കൂനുള്ളവനായി ആമേൻ ആമേൻ നീ ആമേൻ ബെൻഡായി ആമേൻ നിൽക്കണം. എങ്ങും നീ നിവർന്നു നിൽക്കണമെന്ന് ലോകം ആഗ്രഹിക്കത്തില്ല. ആമേൻ വ്യക്തികൾ ആഗ്രഹിക്കത്തില്ല. ദുഷ്ടപിശാച് ആഗ്രഹിക്കത്തില്ല. പക്ഷേ ആത്മാർത്ഥമായി ഞാനും നീയും ആമേൻ നിവർന്ന് തന്നെ ദേശത്ത് നിൽക്കണോ, കുടുംബത്തിൽ നിൽക്കണോ ആമേൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരുവരുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു ക്രിസ്തുവാകട്ടോ. ആമേൻ ആമേൻ ഇന്ന് ആമേൻ എവിടെയൊക്കെയോ പ്രവാസത്തിൽ, ഏതൊക്കെയോ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഏതൊക്കെയോ അവസ്ഥകളുടെ ഇടയിൽ നിവർന്നു നിൽക്കാൻ കഴിയാതെ, ഒരു വാക്കുപോലും ആമേൻ ശബ്ദത്തിൽ ഉച്ചരിക്കാൻ കഴിയാതെ പ്രതിസന്ധികൾക്കകത്ത് ബലം ക്ഷയിച്ചവനായി ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകൽ ആമേൻ ഈ വചനം നിന്റെ ചുമലിൽ തട്ടി ആമേൻ നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ 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 ഇവിടെ പറയുക, അവൻ എന്നോട് മനുഷ്യപുത്രോ നിവർന്നു നിൽക്കുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ എന്നതുപോലെ ഇന്ന് പകൽ പരിശുദ്ധ
പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നീ നിവർന്നു നിൽക്കുക, നിന്റെ പ്രാർത്ഥനയിൽ നീ നിവരട്ടെ, നീ ആരാധനയിൽ നിവരട്ടെ, ഉപവാസ പ്രാർത്ഥനകളിൽ നിവരട്ടെ, വചന വായനയിൽ നിവരട്ടെ. ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ സുവിശേഷം ഘോഷിക്കുന്നതിൽ നീ നിവരട്ടെ. ആമേൻ. നിന്റെ പട്ടണത്തിലോ നിന്റെ കുടുംബത്തിലോ ആമേൻ ആമേൻ നിന്റെ ദുഷ്ടതയുടെ മേഖലകൾ എവിടെയൊക്കെ നിന്നെ തകർത്ത് കളയാൻ നോക്കിയോ അവിടെയൊക്കെ നിന്നെ നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു ദൈവമാണ്. അവൻ എന്നോട് സംസാരിച്ചു, നീ നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. ദൈവം നമ്മളോട് സംസാരിക്കും. അത് ദൈവവചനത്തിലൂടെയാകാം, ചില സ്വപ്നങ്ങളോ ദർശനങ്ങളോ പാട്ടുകളോ, ഇല്ല എങ്കിൽ ഏതെങ്കിലും വസ്തുതകൾ കാണിച്ചാകാം. ദൈവം നമ്മളോട് സംസാരിക്കും. തളർന്നും ക്ഷീണിച്ചും കടന്ന ഏലിയാവിനെ നമുക്കറിയാം. ചുരച്ചെടിയുടെ തണലിൽ ഏലിയാവ് കടന്നു, മരിക്കുവാൻ ഇച്ഛിച്ചു. ഏലിയാവ് മരിക്കുവാൻ ഇച്ഛിച്ചതിന്റെ കാരണം ഇസബേൽ ആളയച്ചു പറയിപ്പിച്ച ശബ്ദം അതവൻ കേട്ടു. അതവൻ കേട്ടപ്പോൾ അവൻ തളർന്നുപോയി. ഈ ലോകത്തിന്റെ ശബ്ദം, പിശാശിന്റെ ശബ്ദം നിന്റെ കാതിനകത്ത് കേൾപ്പിക്കാൻ പിശാശ് ശ്രമിക്കുക. അത് കേൾക്കുമ്പോൾ നീ തളർന്നു പോകും. മാനുഷിക ശബ്ദങ്ങൾ നമ്മളെ തളർത്തുന്നതാ. പൈശാചിക ശക്തികൾ, ശബ്ദങ്ങൾ നമ്മളെ ചോർത്തിക്കളയുന്ന നമ്മുടെ ബലത്തെ. എന്നാൽ ദൈവ ശബ്ദം നമ്മുടെ അകത്തും ബലം പകരുന്നതാ. ഇന്ന് ഏതെങ്കിലും മാനുഷിക ശബ്ദങ്ങൾ കേട്ട്, പൈശാചിക ശബ്ദങ്ങൾ കേട്ട് ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നഷ്ടപ്പെട്ട് ബലം ക്ഷയിച്ച് മുന്നേറാൻ കഴിയാതെ, ദുഷ്ടതയുടെ തന്ത്രങ്ങളോട് പാപത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ ബലം നഷ്ടപ്പെട്ട് ക്ഷീണിച്ച് തളർന്നു കിടക്കുകയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവശബ്ദം നിന്നോട് പറയുന്നു, നീ വീണു പോകേണ്ടവനല്ല, നീ തളർന്നു കിടക്കേണ്ടവനല്ല, നീ എഴുന്നേൽക്കേണ്ടവനാണ്. ദൈവവചനം ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം. നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക. യെശയ്യാ പ്രവചനം നാം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ദൈവശബ്ദം അങ്ങനെയല്ലേ പറയുന്നത്. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ വീണ് കിടക്കാനുള്ളവനല്ല, നീ എഴുന്നേൽക്കാനുള്ളവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് നിന്നെ ശക്തീകരിക്കുന്ന ദൈവശബ്ദം നിന്റെ കാതുകളിൽ നൽകിത്തന്ന് സ്തോത്രം പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുകയാണ്. ഏതൊക്കെയോ മാനുഷിക ശബ്ദമോ പൈശാചിക ശബ്ദങ്ങളോ നിങ്ങളുടെ ഉള്ളിൽ കേൾപ്പിച്ച് നിങ്ങളുടെ ബലത്തെ ക്ഷയിപ്പിച്ച് നിവർന്നു നിൽക്കാൻ കഴിയാതെ, പ്രാർത്ഥിപ്പാൻ കഴിയാതെ, മുന്നേറാൻ കഴിയാതെ, സ്തോത്രം എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനത്താൽ സ്തോത്രം നിങ്ങളോട് ഇടപെട്ട് നിങ്ങളെ ബലപ്പെടുത്താൻ, നിവർത്തി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചിലരോട് പ്രവചിപ്പാൻ, ചിലരോട് വചനം പറയാൻ, ദൈവിക ദൂതുകൾ കൈമാറാൻ നിങ്ങളെ നിവർത്തി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിവർന്നു നിന്നെങ്കിലേ നിങ്ങളിലൂടെ ചിലർക്ക് ആശ്വാസം ഉണ്ടാകത്തുള്ളൂ, നിങ്ങളിലൂടെ ചിലർക്ക് വിടുതലുണ്ടാകത്തുള്ളൂ, നിങ്ങളിലൂടെ പട്ടണത്തിന് ഒരു ഉദ്ധാരണം ഉണ്ടാകത്തുള്ളൂ. അതറിയാവുന്ന പിശാച് നിങ്ങളെ തളർത്താൻ നോക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത്, മാതാവേ നീ നിവർന്ന് നിന്നെങ്കിലല്ലേ നിന്റെ തലമുറകൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. നീ പ്രാർത്ഥിച്ചെങ്കിലല്ലേ അവർക്കൊരു വഴി തുറക്കത്തുള്ളൂ. നീ നിവർന്ന് നിന്നെങ്കിലല്ലേ സ്തോത്രം ശത്രുതയുടെ തന്ത്രങ്ങൾ ഉടഞ്ഞു പോകത്തുള്ളൂ. എന്നാൽ നിന്നെ തളർത്താൻ പിശാച് നോക്കുക, നിന്നെ ആത്മീകത്തിൽ നിന്നും പുറകോട്ട് വലിക്കാൻ നോക്കുക. അതിനു വേണ്ട പല ശബ്ദങ്ങളും നിന്റെ കാതിൽ കേൾപ്പിച്ച് നിന്നെ ക്ഷീണിപ്പിക്കാൻ നോക്കുക. എന്നാൽ ഈ പകൽ ആ ദുഷ്ട മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബ്രേക്ക് ചെയ്യുക. അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സഹോദര, നീ നിവർന്നു നിന്നാലാ നിന്റെ കുടുംബത്തിനൊരു നിവർച്ച, അല്ലേ? സ്തോത്രം. ബ്രദറെ, നീ നിവർന്നു നിന്നാലാണ് നിന്റെ കൂട്ടുകാർക്കും കൂടെ ഒരു പ്രചോദനം. നീ നിവർന്നു നിന്നാലല്ലേ നിന്റെ കൂടെയുള്ള സഹോദരനും നിന്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുന്നത്, അവനും ഒന്ന് മുന്നേറാൻ പറ്റുന്നത്. എന്നാൽ എവിടെയൊക്കെയോ ചില സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് അനുകൂലമല്ല പ്രതികൂലമാക്കിക്കൊണ്ട് നിന്നെ നിവർത്തി നിർത്താതെ തളർത്താൻ പിശാച് ശ്രമിക്കുമ്പോൾ ഇന്ന് യഹോവ തന്റെ വലങ്കരം നിന്റെ മേൽ നീട്ടുകയാണ്. അവന്റെ ശബ്ദം നിന്റെ മേൽ ഇതാ അരിഞ്ഞ
മലപ്പുറത്ത് പെയ്യുന്ന മഞ്ഞുപോലെ മഴ പോലെ പെയ്തിറങ്ങുകയാണ്. അത് നിന്റെ അസ്ഥികൾക്കകത്ത്, അത് നിന്റെ നാഡി ഞരമ്പുകൾക്കകത്ത്, അത് നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് ഒരു പർവ്വതത്തിന്റെ ഫലം പകർന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ. യെഹെസ്കേലിനോട് ദൈവം പറയുക, ഞാൻ നിന്നോട് സംസാരിക്കും. അങ്ങനെ അവൻ സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിർത്തിയെന്ന് ആമേൻ യെഹെസ്കേൽ പറയുന്നു. ഇന്ന് പകൽ ആമേൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം, ദൈവശക്തി, തൻ്റെ അഭിഷേകം, ആമേൻ ആമേൻ തൻ്റെ ബലം ദൈവം പകരുന്നു. എവിടെയൊക്കെയോ നിവർന്നു നിൽക്കാൻ കഴിയാതെ ആമേൻ ആമേൻ തളർന്നുപോയ ചിലരെ ചുരച്ചെടിയുടെ കീഴിൽ തളർന്നു കിടന്ന ഏലിയാവിൻ്റെ ചുമലിൽ ദൈവത്തിൻ്റെ ദൂതൻ തട്ടിയതുപോലെ ഈ വചനം ചിലരുടെ ചുമലിൽ ഈ പകൽ തട്ടുന്നു. ചിലരെ ചുരച്ചെടിയുടെ കീഴിൽ നിന്നും ആമേൻ എഴുന്നേൽപ്പിച്ച് നിവർത്തി നിർത്തുകയാണ്. അടുത്തൊരു ഓട്ടത്തിന് വേണ്ടി ദൈവം ചിലരുടെ കാലുകളെ സജ്ജമാക്കുന്നു. ആമേൻ ആമേൻ. ആകയാൽ ഉണരാം, എഴുന്നേൽക്കാം. ആമേൻ ആമേൻ. വലിയൊരു ദൈവപ്രവൃത്തിക്കായി ദൈവാത്മാവ് നമ്മളെ വിളിക്കുന്നു. ആമേൻ. ലോകത്തിൻ്റെ ഓരോ സംഭവങ്ങൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആക്കത്തെ വിളിച്ചറിയിക്കുമ്പോൾ ഇനിയും തളർന്നു കിടക്കരുതേ. ഈ ശബ്ദം നിന്റെ ചുമലിനെ തട്ടട്ടെ. യെഹെസ്കേലിനെ എഴുന്നേൽപ്പിച്ച് പ്രവചിപ്പാൻ അസ്ഥി താഴ്വരക്കകത്തു നിന്നും ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കാൻ ആമേൻ യെഹെസ്കേലിനെ ദൈവം ശക്തീകരിച്ചതുപോലെ ഈ പകൽ ഈ ശബ്ദം നീ കേൾക്കുമ്പോൾ നീ ആയിരിക്കുന്ന ഇടത്ത് ചാടി എഴുന്നേൽക്ക്. അടുത്തൊരു ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ആമേൻ, ഇന്ന് പകൽ നിന്റെ ജനത്തിന് വേണ്ടി കൈമാറിയ ദൈവദൂതിനായി സ്തോത്രം. ആമേൻ. കേബാർ നദീതീരത്ത് പ്രവാസത്തിലായിരുന്ന ആമേൻ യെഹെസ്കേലിനോട് ദൈവം സംസാരിച്ചു. അവനെ നിവർത്തി നിർത്തുമാറാക്കി. അടുത്ത ഒരു ഓട്ടത്തിന്, അടുത്ത ഒരു പ്രവൃത്തിക്ക് ആമേൻ അവനെ സജ്ജനാക്കിയതുപോലെ ഇന്ന് പകൽ തളർന്നും ക്ഷീണിച്ചും കിടക്കുന്ന ആമേൻ ആമേൻ നിന്റെ ജനത്തെ അങ്ങ് പട്ടി എഴുന്നേൽപ്പിച്ച് അടുത്തയൊരു ആമേൻ ദൈവ പ്രവൃത്തിക്കായി ആമേൻ നിവർത്തി നിർത്തുമാറാക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ ദേശത്തിൽ, ശുശ്രൂഷകളിൽ നിവർത്തി നിർത്തുമാറാക്കുന്ന ദൈവപ്രവൃത്തിക്കായി നന്ദി. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.